രാമായണം എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. കീഴ്വഴക്കമാണല്ലോ അച്ചടക്കം ഉണ്ടാക്കുന്നത്. ഒരു ഓഫീസിലും കീഴ്വഴക്കമാണ് അച്ചടക്കം കൊണ്ടുവരുന്നത്. ഒരു ഓഫീസ് കീഴ്വഴക്കം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് രാമായണത്തിൻ്റെ കീഴ്വഴക്കം നമുക്ക് സ്വീകരിച്ചാൽ എന്താ? രാമായണത്തിലെ കീഴ്വഴക്കം അതിനി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ തത്വം ഗ്രഹിച്ചിരിക്കുമ്പോൾ അല്പമെങ്കിലും നമ്മൾ 100 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിലെ തളലം കൊണ്ടുവരാനും ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാനും സാധിക്കും. ഇപ്പം കൂടുതലും കുടുംബങ്ങളിലെ മുത്തശ്ശന്മാർ പോലും ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ കാര്യങ്ങളാണ് കൂടുതൽ. സന്ധ്യയ്ക്ക് പോലും നോക്കിയിരിക്കുന്നത്. അവർ നോക്കുന്നതിന് തെറ്റില്ല, നോക്കട്ടെ, അവരുടെ സന്തോഷം കിട്ടുന്ന വഴി ചെയ്യുന്ന തെറ്റില്ല. ആ സന്ധ്യ സമയത്ത് പോലും നാമജപോ ഈശ്വരന്തെയോ അത്ര കാണുന്നില്ല. പഴയ കാലത്ത് ഒരു 50 വർഷം 60 വർഷം മുമ്പേ ഒക്കെ ഞാൻ 12 കിലോമീറ്റർ 14 കിലോമീറ്ററൊക്കെ പല സ്ഥലത്തോട്ട് പോകുമ്പോഴും നാമജപം കേട്ടുകൊണ്ടാണ് പോക്കുന്നത്. ഇപ്പോൾ ഒരു ബൾബ് കത്തിച്ച് കഴിഞ്ഞിട്ട് പൊട്ടിടം വെച്ച് വിളക്ക് പോലുള്ള ബൾബ് കത്തിച്ച് വെച്ചിട്ട് മറ്റുള്ളതിന് മുമ്പിലിരിക്കുകയായിരിക്കും. ടി വി കാണണ്ട എന്ന് പറയുന്നില്ല അമ്മ. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയില്ല. ഇപ്പം കുഞ്ഞുങ്ങൾ നേരെ അവരെല്ലാം ഓരോരോ മുറിയിൽ അവരുടെ ഫോണകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയില്ല. ഒരു 10 വയസ്സിനുള്ളിൽ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ പതിയുമെന്ന് പറയും. അത് എത്ര പ്രായം ചെന്നാലും അത് നമുക്ക് പുറത്തേക്ക് വരും. ശീലിച്ച ശീലം, സംസാരിച്ച ശൈലികൾ അത് പുറത്തേക്ക് വരും. ഉദാഹരണത്തിന് ഇന്ത്യക്കാർ ഒരു 50 വർഷം അമേരിക്കയിൽ പോയി താമസിച്ചായി അവരുടെ ഇംഗ്ലീഷൊക്കെ മനസ്സിലാകുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. അത് കൂടുതലുള്ളിൽ പതിഞ്ഞു പോയി. ആ ശൈലി അവർ മാറുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മാതൃകയാകാൻ അത് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു വണ്ടി കരകര സൗണ്ട് കേൾക്കാതിരിക്കാൻ ഓയിലിടും. ഇപ്പോൾ തയ്യൽ മെഷീനാകട്ടെ, ഏതൊരു വാഹനങ്ങളാകട്ടെ, സൈക്കിളാകട്ടെ, മോട്ടോർ സൈക്കിളാകട്ടെ, കാറാകട്ടെ, ഓയിലിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറാന്നെടുക്കും. അങ്ങനെ ഓയിലിടുന്നത് പോലെ കീഴ്വഴക്കം അത് അച്ചടക്കത്തെ കൊണ്ടുവരും. അച്ചടക്കം വരുമ്പോൾ അവിടെ ശാന്തി ഉണ്ടായില്ല. കീഴ്വഴക്കം അച്ചടക്കം ഉണ്ട്, അച്ചടക്കത്തിന് അവിടെ ശാന്തി ഉണ്ടായി. കീഴ്വഴക്കം പറയുന്ന അനുസരണയാണ്. ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേരും രാജാവാണെന്ന് ആഗ്രഹിച്ചാൽ അവിടെ യുദ്ധം വല്ലതും ഉണ്ടാവുള്ളൂ. അപ്പോൾ കീഴ്വഴക്കം തന്നെയാണ് അച്ചടക്കത്തെ കൊണ്ടുവരുന്നത്. ആ കീഴ്വഴക്കമാണ് അച്ചടക്കവും അവരുടെ ജീവിതത്തെ ജീവിതമാക്കുന്നത്. അപ്പം അത് നഷ്ടപ്പെട്ടുകൊണ്ട് വന്നു നമുക്ക്. ഇപ്പം എല്ലാം കച്ചവടമായി. അച്ഛനോടും അമ്മയോടും തിരിച്ച് മക്കളോട് സഹോദരങ്ങളോട് ആ ഒരു ഭാവത്തിലുള്ള കച്ചവടമായിപ്പോയി. ധർമ്മം എന്നുള്ള പൂർണ്ണമായും വിട്ടു. ബിസിനസ് ലാഭം പ്രതീക്ഷയാണല്ലോ കച്ചവടം ചെയ്യുന്നത്. പ്രയത്നിക്കുന്ന ലാഭം വേണമല്ലോ. അതെടുക്കുക തെറ്റൊന്നുമില്ല. അപ്പോൾ കപടം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കച്ചവടമായതിൻ്റെ ആ കുടുംബത്തിനകത്ത് പോലും സ്വത്തിന് വേണ്ടി അച്ഛനമ്മമാരെ കൊല്ലുന്നു. അവരുടെ കാമോനെ കെട്ട് കഴിഞ്ഞാൽ മക്കളെ കൊല്ലാനും മടിക്കുന്നില്ല. ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. രാമായണം എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. കീഴ്വഴക്കമാണല്ലോ അച്ചടക്കം ഉണ്ടാക്കുന്നത്. ഒരു ഓഫീസിലും കീഴ്വഴക്കമാണ് അച്ചടക്കം കൊണ്ടുവരുന്നത്. ഒരു ഓഫീസ് കീഴ്വഴക്കം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് രാമായണത്തിൻ്റെ കീഴ്വഴക്കം നമുക്ക് സ്വീകരിച്ചാൽ എന്താ? രാമായണത്തിലെ കീഴ്വഴക്കം അതിനി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ തത്വം ഗ്രഹിച്ചിരിക്കുമ്പോൾ അല്പമെങ്കിലും നമ്മൾ 100 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിലെ തളലം കൊണ്ടുവരാനും ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ട് അച്ഛനമ്മ ഒരു കുറച്ച് സമയമെങ്കിലും കുട്ടികളിൽ ഈ ഒരു തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക.